ലോക തപാൽ വാരാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ തന്നെ തപാൽ ഓഫീസ് ഒരുക്കിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു സർക്കാർ എൽ.പി. സ്കൂൾ. പല കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പുകളുടെ പ്രദർശനവും അഞ്ചലോട്ടക്കാരനെ പരിചയപ്പെടുത്തിയുള്ള ആവിഷ്കാരവും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു പഴയ തപാൽ ആഫീസാണെന്ന് തോന്നുമാറുള്ള ക്രമീകരണങ്ങളാണ് ഒളകര GLP സ്കൂളിൽ ഒരുക്കിയിരുന്നത്. 200 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തരം സ്റ്റാമ്പുകളുടെ പ്രദർശനവും നടന്നു. ലോകത്തിലെ മൂന്നാം സ്റ്റാമ്പായി 1745 ഇറങ്ങിയ റെഡ് ചെന്നി സ്റ്റാമ്പ് മുതൽ കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലിറങ്ങിയ ഗാന്ധിജിയുടെ റൗണ്ട് സ്റ്റാമ്പ് വരെയുള്ളവ പ്രദർശനത്തിലുണ്ട്. ഞങ്ങൾ ഒളകര GLPSലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 1845 പുറത്തിറക്കിയ റെഡ് പെന്നി മുതലുള്ള വളരെ അപൂർവമായ സ്റ്റാമ്പുകൾ ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യകാല സ്റ്റാമ്പ് മുതൽ 2018 ഒക്ടോബർ 2 പുറത്തിറക്കിയ ഗാന്ധിജിയുടെ വൃത്താകൃതിയിലുള്ള സ്റ്റാമ്പ് വരെ ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ മികച്ച തപാൽ സേവനം ഉറപ്പുവരുത്തിയ ഇന്ത്യ പോസ്റ്റിന്റെ ചരിത്രവും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സന്ദേശങ്ങൾ അയക്കാനായി പ്രാവുകളെ ഉപയോഗിച്ചിരുന്നതും അഞ്ചലോട്ടക്കാരന്റെ സേവനവുമെല്ലാം കുട്ടികൾക്ക് മുമ്പിൽ പുനരവതരിപ്പിക്കുകയായിരുന്നു തപാൽ ദിനാചരണത്തിലൂടെ. പോസ്റ്റൽ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരുക്കിയ പരിപാടിയിൽ തിരൂരങ്ങാടി പോസ്റ്റൽ അസിസ്റ്റന്റ് അശ്വതി കുട്ടികളുമായി സംവദിച്ചു. മീഡിയ 1 മലപ്പുറം.